അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൾസ്ലോ ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് 2 ക്യാരറ്റ്, ഒരു ചെറിയൊരു പീസ് ക്യാബേജ്, അതൊക്കെ എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് സാധാരണ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾസ്ലോ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചോപ്പർ ഉപയോഗിച്ചിട്ട് ചെറുങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഈ ചോപ്പർ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടും. നമ്മൾ സാധാരണ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും ഞാൻ ഇതാണ് കേട്ടോ ഉപയോഗിക്കാറ്, വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ചെറുതായിട്ട് നമ്മൾ കുനുകുന അരിയാന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനിത് ക്യാരറ്റ് ആദ്യം ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടാം. അതല്ല നമുക്ക് കുറച്ച് ചെറിയൊരു ബൗളിലേക്ക് കണക്കായിട്ടാണെങ്കിൽ നമുക്കതിനനുസരിച്ച് ഒരു ക്യാരറ്റിൻ്റെ പകുതിയോ അങ്ങനെ നോക്കിയിട്ട്, അതുപോലെ ക്യാബേജ് ചെറിയൊരു പീസ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലെന്ന് പറയാൻ, ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും കോൾസ്ലോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ക്യാരറ്റ് അതിന് കണക്കായിട്ട്, പിന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റും കൂടും, കാണാനും ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് നമുക്കതിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നമുക്ക് ചോപ്പറിലായതുകൊണ്ട് നല്ല ചെറുതായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്രയും ചെറുതായിട്ട് വരുമ്പോഴാണ് നമുക്ക് കോൾസ്ലോൻ്റെ ആ ഭംഗിയും ആ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അടുത്തായിട്ട് നമുക്ക് കേബേജ് ഇതേപോലെ തന്നെ നമുക്ക് കേബേജ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കട്ടിംഗ് ബോർഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമും പിടിക്കും, ഇത്രത്തോളം ചെറുതായിക്കൊള്ളണമെന്നില്ല. ഈ ചോപ്പർ ഞാൻ ലുലുമാളിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇംപെക്സിൻ്റെ പുഷ് ചോപ്പറാണിത്. ഇത് നമുക്ക് ഓൺലൈനിൽ, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ, അതുപോലെ തന്നെ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് കേബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേബേജും അതേപോലെ തന്നെ നല്ല ചെറുതായിട്ടാണ് അതിൽ കട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. അതിനുശേഷം നമുക്ക് ഒരു 2-3 സ്പൂൺ പാലും, അത് ഒരു 2 സ്പൂൺ പഞ്ചസാരയും വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് കൂടി അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നമ്മളിഷ്ടം പോലെ ചെയ്യാം. ഷുഗറൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇവിടെ അങ്ങനെ ആർക്കും ഷുഗർ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ലെമണ് ഒരു പകുതി ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് ലെമൺ ജ്യൂസ് അതിൽ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് മയോണൈസാണ്. മയോണൈസും ഞാനിവിടെ ഉണ്ടാക്കിയത് തന്നെയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഇത് നന്നായിട്ട്, അതും നമുക്ക് അളവ് നോക്കിയിട്ട് 2-3 സ്പൂണ് ഇട്ട് നമുക്ക് അതിന് കണക്കായിട്ട് കുറച്ച് സാൾട്ടും കൂടെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഒന്ന് ടേസ്റ്റ് നോക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കാരണം ഇതിൽ പാല്, അതുപോലെ അതിൻ്റെ പഞ്ചസാര, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് എല്ലാതും നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ടേസ്റ്റ് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാനിവിടെ ടേസ്റ്റ് നോക്കിയപ്പോൾ മയോണൈസിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 സ്പൂണും കൂടി മയോണൈസ് ഞാൻ അതിലേക്ക് വീണ്ടും ചേർത്തിട്ടുണ്ട്. ആദ്യം 2-3 സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു രുചിയോട് കൂടിയുള്ള ഹോം മെയ്ഡ് കോൾസ്ലോ ആണ് കേട്ടോ ഇത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.